സുഗതൻ്റെ അറസ്റ്റിനെ എങ്ങനെ നോക്കിക്കാണുന്നു? CPM പ്രവർത്തകർ കൊടുത്ത കേസുകളിലല്ലേ സുഗതനെ പ്രതിയാക്കിയത്? ഈ കാപ്പ കേസിൽ പെടുത്താൻ മാത്രം കുപ്രസിദ്ധ ഗുണ്ടയാണോ, ഒരു ക്രിമിനലാണോ, കൊടും ക്രിമിനലാണോ ഈ ആർ സുഗതൻ? ഡോക്ടർ GV ഹരി അദ്ദേഹം ജനം ഡിബേറ്റിലിരുന്നു കൊണ്ട് ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള വസ്തുതകളോട് പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ഇത്രയും നേരം പറഞ്ഞത്. ഞാൻ അപ്പോഴൊന്നും ഇടപെടാത്തത് ജനാധിപത്യത്തിൻ്റെ മര്യാദ എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നത് കേൾക്കുക എന്ന എൻ്റെ ജനാധിപത്യ ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത കള്ളം പറഞ്ഞു ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് എന്തിനാണ് മെനക്കെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. CPM ആണ് ആകെ മൊത്തത്തിൽ സുഗതനെ ഇത്തരത്തിലുള്ള ഫ്രെയിം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെട്ടത്. അങ്ങനെ പെടാപ്പാട് പെട്ട CPMനേക്കാൾ തകൃതിയിൽ ഇത്തരത്തിൽ നുണ മെനഞ്ഞുകൊണ്ട് സുഗതനെ ഒരു കാപ്പ കേസ് പ്രതിയാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഇത്തരത്തിൽ വ്യഗ്രതപ്പെടുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നേരത്തെ ചിലപ്പോൾ അനിൽ നമ്പ്യാർജി പറഞ്ഞതുപോലെ അത് CPMന് എണ്ണ തേച്ച് കൊടുക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ ഞാൻ ആദ്യം GV ഹരി അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ ചില വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞത് വാഴോട്ട് കോണം എന്ന് പറയുന്നത് BJPക്കും RSS പ്രസ്ഥാനങ്ങൾക്കും വളരെ ശക്തിയുള്ള മണ്ണാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. അവിടെ തന്നെ കള്ളമാണ്. അദ്ദേഹം കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു പെറ്റി നേതാവിനെ വാഴോട്ട് കോണത്തോ വട്ടിയൂർക്കാവിലോ കോൺഗ്രസ് പാർട്ടിയുടെ കൊടി പിടിക്കുന്ന ഏതെങ്കിലും ഒരു പെറ്റി നേതാവിനെ വിളിച്ചു ചോദിച്ചാൽ അവർ കണ്ണടച്ച് പറഞ്ഞു കൊടുക്കും അത് CPMൻ്റെ ഉരുക്കുകോട്ടയാണ്. CPM ഏത് കുറ്റിച്ചൂലിനെ കൊണ്ടുവന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിർത്തിയാലും 700-ൽ പരം വോട്ടുകൾക്ക് ജയിച്ചു കയറിയ പാരമ്പര്യമുള്ള വാർഡാണ് ഈ പറയുന്ന വാഴോട്ട് കോണം എന്ന് പറയുന്ന വാർഡ്. ആ വാർഡിൽ നാളിതുവരെ BJP ഒരു തവണ പോലും രണ്ടാം സ്ഥാനത്ത് പോലും കൃത്യമായി എത്തിയിട്ടില്ലാത്തൊരു വാർഡാണ്. നിങ്ങൾ ആ വാർഡിനെ കുറിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കിയ തെരഞ്ഞെടുപ്പുകളിൽ പോലും BJP രണ്ടാം സ്ഥാനത്തോ അതിന് പുറകിലേക്കോ പോയിട്ടുള്ള വാർഡാണ് വാഴോട്ട് കോണം. അവിടെ തന്നെ GV ഹരിയും കോൺഗ്രസും മെനഞ്ഞെടുത്തു കൊണ്ടുവരുന്ന കള്ളങ്ങൾ പൊളിഞ്ഞു തുടങ്ങിയാണ്. ഇനി രണ്ടാമത്തെ വിഷയം അദ്ദേഹം പറയുകയാണ് MLAയെ തടസ്സപ്പെടുത്തി, അതാണ് ഈ പറയുന്ന സുഗതൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഞാൻ GV ഹരിച്ചേട്ടനോട് ചോദിക്കുന്നു, ഞാൻ യുവമോർച്ചയുടെ പ്രവർത്തകനായിരുന്നയാളാണ്. ഞാൻ നിരവധി തവണ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും അതിനു മുൻപ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും ഇനി ഏറ്റവും കൂടി പറഞ്ഞാൽ കേരളിൻ്റെ പേരിൽ നിങ്ങളുടെ സംഘടന യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ തെർമോക്കോളിൽ ഉണ്ടാക്കിയ കേരളിൻ്റെ കല്ല് കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുകളിൽ കെട്ടിവെച്ചിട്ട് പ്രഹസന സമരം നടത്തിപ്പോയപ്പോൾ ആ കേരളിൻ്റെ കല്ല് കൊണ്ടുവന്നിട്ട വീടുകളിൽ നിന്ന് ആ കല്ല് പിഴുതുകൊണ്ടുവന്ന് ക്ലിഫ് ഹൗസിനകത്ത് സ്ഥാപിച്ചതിൻ്റെ പേരിൽ 14 ദിവസം റിമാൻഡിൽ പോയ ഒരു യുവമോർച്ച പ്രവർത്തകനാണ് ഞാൻ. ഞങ്ങളൊക്കെ സമരം ചെയ്ത് തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ സമരം ചെയ്യുമ്പോൾ ചിലപ്പോൾ വാഗ്ദാന ലംഘനം നടത്തിയിട്ടുള്ള ഒരു MLAയെ തടഞ്ഞു വെക്കേണ്ടി വരും. കോൺഗ്രസ് ജീവിതത്തിൽ ഇന്ന് വരെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ ഇവിടെ വാഗ്ദാന ലംഘനം നടത്തിയ ഒരു MLAയെ തടഞ്ഞു വെച്ച സംഭവം ഉണ്ടായിട്ടില്ലേ? മന്ത്രിമാരെ തടഞ്ഞു വെച്ച സംഭവം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത താങ്കൾക്കറിയാം. അറിഞ്ഞു വച്ചുകൊണ്ട് താങ്കൾ CPMന് വേണ്ടിയിട്ട് ഈ വിടുപണി ചെയ്യുന്ന പണി, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു കൊണ്ട് CPMന് വിടുപണി ചെയ്യുന്ന പണി താങ്കൾ അവസാനിപ്പിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, MLA VK പ്രശാന്തിനെ തടഞ്ഞു. സത്യമാണ്. എന്തിനു തടഞ്ഞു, എന്തുകൊണ്ട് തടഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചോ? വട്ടിയൂർക്കാവിൽ ഒരു റവന്യൂ മന്ദിരം ഉണ്ടാക്കി വെച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ അത് ഇളവി വീണാൽ സ്വാഭാവികമായ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അതിൻ്റെ അഴിമതി ചൂണ്ടിക്കാണിക്കണ്ടേ? അവിടെ എന്തായിരുന്നു സുഗതൻ്റെ രാഷ്ട്രീയം എന്തായിരുന്നു? നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളുടെ ഇന്നത്തെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നുള്ള കോൺഗ്രസിന് അദ്ദേഹത്തിനോടുള്ള വിരോധം എന്താണ് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യം. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ K മുരളീധരൻ ഇതിനു മുൻപ് വട്ടിയൂർക്കാവിനെ പ്രതിനിധാനം ചെയ്തിരുന്നപ്പോൾ യുവമോർച്ചയുടെ നേതാവായിരുന്ന ഈ പറയുന്ന ആർ സുഗതൻ്റെ നേതൃത്വത്തിലാണ് വട്ടിയൂർക്കാവിലെ ഓരോ ചെറിയതും വലുതുമായിട്ടുള്ള MLA കാണാതെ പോയിട്ടുള്ള ഓരോ ചെറിയും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയത്. ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിയമസഭയുടെ രേഖകളിലുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. നിയമസഭാ രേഖകൾക്കകത്ത് K മുരളീധരൻ എണീറ്റ് നിന്ന് പറയുന്നുണ്ട്, എനിക്കെൻ്റെ മണ്ഡലത്തിൽ ഇറങ്ങാൻ യുവമോർച്ചക്കാരുടെ പ്രതിഷേധം തട്ടി നടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് K മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പഴയ K മുരളീധരൻ്റെ ആർക്കീവ്സിൽ പോയി കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന സുഗതനോടുള്ള പക എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. എന്താണ് പക? അല്ലേട്ടാ, നിങ്ങൾ കേൾക്കണം. അതായത് വർഷങ്ങളായി വട്ടിയൂർക്കാവിൻ്റെ വികസനം, വട്ടിയൂർക്കാവ് ജംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനം ഒരു പാഴ്വാക്കായി എല്ലാ തരത്തിലുള്ള മുന്നണികളും വരുമ്പോഴും അവർ ജയിക്കുമ്പോഴും അവരൊരു വാഗ്ദാനമായി പറയും. പക്ഷേ അത് പാലിക്കപ്പെടാതെ പോകുന്നു. യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റായും പിന്നീട് ജില്ലാ നേതൃത്വത്തിലേക്ക് ഉയരുന്ന സമയത്തും സുഗതൻ്റെ നേതൃത്വത്തിൽ അവിടെ
അവിടെ ഒരു വികസന സമിതി, ജനകീയ വികസന സമിതി ഉണ്ടാക്കുന്നു. നിങ്ങൾ അന്വേഷിച്ചോ, ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ. അവിടെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും അതുപോലെ തന്നെ BJP-യുടെയും അതുപോലെ അവിടുത്തെ ആ നാടിൻ്റെ പ്രാദേശികമായിട്ടുള്ള വട്ടിയൂർക്കാവ് ജംഗ്ഷൻ്റെ മുഖച്ഛായ മാറണമെന്ന് ആഗ്രഹിക്കുന്ന, ആ നാട്ടിൽ വികസനം ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വട്ടിയൂർക്കാവിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തിട്ടുള്ള വട്ടിയൂർക്കാവ് വികസന സമിതിയുടെ നേതാവാണ് ആർ സുഗതൻ വെറുതെ നിങ്ങൾ വിചാരിക്കും പോലെ ഒരു ദിവസം രാവിലെ വന്ന് വാഴോട്ടുകോണത്ത് മത്സരിച്ച് ജയിച്ചു പോയതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ പല ഗുണ്ടാ നേതാക്കന്മാരും അങ്ങനെ ജയിക്കണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞ IP ബിനു ഇത്തവണ ജയിച്ചു വരണ്ടേ? നിങ്ങൾ IP ബിനുവിനെ വെച്ചാണല്ലോ താരതമ്യം ചെയ്തത്. അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ IP ബിനു CPM-ൻ്റെ ഒരുക്കുകോട്ടയിലല്ലേ പരാജയപ്പെട്ടത്? അപ്പം ജനങ്ങൾക്ക് കൃത്യമായി ആരാണ് ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നത്, ആരാണ് ജനങ്ങൾക്കെതിരായി നിൽക്കുന്നത് എന്ന് വിവേചനത്തോടു കൂടി കാണാനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ വട്ടിയൂർക്കാവ് വികസന സമിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അന്ന് K. മുരളീധരൻ MLA ആയിരുന്ന സമയത്ത് K. മുരളീധരനോടും അതിനുശേഷം VK പ്രശാന്ത് MLA ആയിരുന്ന സമയത്ത് VK പ്രശാന്തിനോടും കൃത്യമായി വികസനത്തിൽ അവർ കാണിക്കുന്ന പാളീച്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായി ഇടപെട്ടിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ആർ സുഗതൻ. അതാണ് ആർ സുഗതനെ ഇന്ന് കാപ്പ കേസിലെ പ്രതിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കാരണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന വാഴോട്ടുകോണത്ത് ആർ സുഗതൻ എങ്ങനെ ജയിച്ചു? നേരത്തെ പറഞ്ഞതുപോലെ ജനകീയ വിഷയങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, നിങ്ങളൊക്കെ AC കാറിലും AC ഫ്ലാറ്റുകളിലേക്കും മാറിയപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി താഴെത്തട്ടിൽ ഇറങ്ങി നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിന്നപ്പോൾ നിങ്ങളും നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളുടെ ഇംഗിതക്കാരായിട്ടുള്ള CPM-ൻ്റെ ആളുകളും ചേർന്ന് അദ്ദേഹത്തിന് ചാർത്തി കൊടുത്ത പട്ടമാണ് ഈ പറയുന്ന ഗുണ്ട എന്ന് പറയുന്ന പട്ടം. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകൾ നിങ്ങൾ ഏറ്റവും അവസാനം പറഞ്ഞല്ലോ, അമ്പലത്തിലൊരു വധശ്രമ കേസ് ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അമ്പലത്തിൽ വധശ്രമ കേസ് ഉണ്ടായത് എങ്ങനെയാണ് നിങ്ങൾ പരിശോധിക്കുക? അമ്പലത്തിലെ വധശ്രമ കേസിന് കാരണം, അമ്പലത്തിന് അവിടെ ഈ ഗാനമേള നടക്കുമ്പോൾ ഈ അവിടുത്തെ വാർഡിൻ്റെ കൗൺസിലർ കൂടിയായിട്ടുള്ള സുഗതൻ അവിടെ വരുന്നു. ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ ഒരു ജനപ്രതിനിധി പോകുന്നത് തെറ്റാണെന്ന് പറയാൻ GV ഹരിക്ക് സാധിക്കോ? അപ്പം നിങ്ങൾ എന്ത് നറേഷനാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുന്നു. ആരാ സംഘർഷം ഉണ്ടാക്കിയത്? നിങ്ങൾ അന്വേഷിക്ക്. ഞങ്ങൾ പറയുന്നത് കള്ളമാണെങ്കിൽ GV ഹരിക്ക് അവിടെ കോൺഗ്രസിൻ്റെ സംവിധാനമുണ്ട്, താങ്കൾ അന്വേഷിക്ക്. അവിടെ CPM-ൻ്റെ നേതൃത്വത്തിൽ സംഘർഷം ഉണ്ടാവുന്നു. ആ സംഘർഷത്തിനിടയിൽ സുഗതൻ അവിടെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇടപെടുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ ഈ പറയുന്ന SHO ആയിട്ടുള്ള വിപിൻ. ആ SHO വിപിൻ അവിടുത്തെ മുൻ MLA ആയിട്ടുള്ള, അവിടുത്തെ എല്ലാമാണെന്ന് വലിയ രീതിയിൽ ഏറ് പിടിച്ച് നടന്നിരുന്ന VK പ്രശാന്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ഒരു FIR-ൽ ഈ പറയുന്ന സുഗതനെ പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആരാ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്ന് അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞ വിപിൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ എന്ന് പറയുന്ന മുൻ മന്ത്രിയുടെ, ആ മുൻ മന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിലെ തെരുവ് നായയെ പോലെ സജി ചെറിയാൻ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാനും കിടക്കാൻ പറഞ്ഞാൽ കിടക്കാനും ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോവാനും ഒരു മടിയുമില്ലാത്ത, ഒരു ഒളുപ്പുമില്ലാത്ത നട്ടല്, ഈ പോലീസിൻ്റെ യൂണിഫോം അശോകസ്തംഭം ഇട്ടുകൊണ്ടുള്ള ആ യൂണിഫോമും ഇട്ടുകൊണ്ട് നട്ടല് CPM-കാരൻ പറയുന്ന നിലയ്ക്ക് വളച്ചു കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് ഈ വിപിൻ. ഈ വിപിനെതിരെ അവിടെ ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി അഭിനന്ദിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കണം, ആ സ്ത്രീക്ക് നിങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ സാധിച്ചോ? നിങ്ങൾ ഇന്ദിരാഗാന്ധിയെ കുറിച്ചും മറ്റു വലിയ സ്ത്രീ സംരക്ഷണ വേദികളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. ആ സ്ത്രീ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കൾപ്രിറ്റാണ് നിങ്ങൾ ഇന്ന് വാനോളം, നിങ്ങളുടെ ആഭ്യന്തര ഉപമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് വാനോളം പുകഴ്ത്തിയിട്ടുള്ള ഈ പറയുന്ന വിപിന്. ഈ വിപിൻ വട്ടിയൂർക്കാവിൽ എത്തുന്നത് വരെ GV ഹരിച്ചേട്ടൻ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണല്ലോ. നെഞ്ചിൽ കൈവച്ചു പറ, വട്ടിയൂർക്കാവിൽ നാളിതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ അവിടെ ഇലക്ഷൻ ട്രാൻസ്ഫറായി വന്ന ദിവസം മുതൽ BJP-യുടെ ഒരു കൗൺസിലറുടെ, BJP-യുടെ ടൗണിലെ ഒരു കൗൺസിലറുടെ ഒരു ഫ്ലെക്സ്, അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻകാർ വെച്ച ഫ്ലെക്സ് അഴിച്ചു മാറ്റിയിട്ട് തൊട്ടപ്പുറത്തിരുന്ന CPM-ൻ്റെ ഫ്ലെക്സ് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നിന്റെ ഫ്ലെക്സ് നീ അഴിച്ചു മാറ്റിയാൽ മതി എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരനാണ് നിങ്ങൾ ഈ വാനോളം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ കൈയടിച്ചു വാനോളം പുകഴ്ത്തുന്ന ഈ പറയുന്ന വിപിന്. അപ്പോൾ വിപിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് വന്ന ദിവസം മുതൽ ഞങ്ങൾക്കറിയാം. അതേ രാഷ്ട്രീയം നിങ്ങൾക്കെതിരെയും അവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇവിടെ വന്നിരുന്ന് GV ഹരിച്ചേട്ടൻ ന്യായീകരിക്കുമ്പോൾ വട്ടിയൂർക്കാവിലെ കോൺഗ്രസ് പ്രവർത്തകരോട് നിങ്ങളൊന്ന് ചോദിക്കണം, ഈ ഇലക്ഷൻ സമയത്ത് VK പ്രശാന്തിൻ്റെ തെരഞ്ഞെടുപ്പ് വാഹനം കടന്നു പോകാൻ വേണ്ടി എത്ര ഇടത്താണ് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വാഹനത്തിൻ്റെ മൈക്ക് ഓഫ് ചെയ്ത് കൊടുത്തത് ഈ വിപിൻ എന്ന് പറയുന്ന CI എന്ന് നിങ്ങൾ ആദ്യം അന്വേഷിച്ചിട്ട് വേണം നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ. എന്നിട്ട് വേണം കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള ശ്രീ GV ഹരി വന്നിരുന്നിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ വളരെ മാന്യനാണെന്നും അയാൾ സത്യസന്ധമായിട്ടാണ് പ്രവർത്തിച്ചതും എന്ന് പൂശി കൊടുക്കാൻ. അപ്പം നിങ്ങൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഞങ്ങളൊരു കാര്യം കൃത്യമായി പറയാം, ഈ പറയുന്ന ഓരോ മനുഷ്യനും, ഈ പറയുന്ന ഓരോ ആളുകളും അവർ കൃത്യമായി
ഈ സുഗതൻ എന്ന് പറയുന്ന വ്യക്തിയെ അവിടുത്തെ നാട്ടുകാർക്കറിയാം. ഇനി ചേട്ടൻ പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം എന്താ അറിയാമോ? അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളതാണ് നിങ്ങൾ പറയുന്ന വിഷയം. ആരാണ് ജി വി ഹരിച്ചേട്ട ആ നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്? നിങ്ങളവിടെ വരുമ്പോൾ ഈ പറയുന്ന സുഗതനും സുഗതൻ്റെ ഭാര്യയും സുഗതൻ്റെ 2 മക്കളുമല്ലാതെ മറ്റാരെങ്കിലും ആ വീട്ടിലുണ്ടോ? അദ്ദേഹത്തിൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറം തൊട്ടപ്പുറത്തുണ്ടായിരുന്ന വീട്ടിൽ അയൽപക്കക്കാർ ഒരു വിഷയം നടക്കുമ്പോൾ അതറിഞ്ഞ് കേട്ടറിഞ്ഞ് വരുന്നു, അല്ലെങ്കിൽ ആ ബഹളം കേട്ടിട്ട് വരുന്നു. അതിനപ്പുറം BJPയുടെ RSSൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അവിടെ ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ സ്റ്റാഫായിട്ടുള്ള 2 പേര് പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറയുന്നു. ഇതിനപ്പുറം BJPയുടെയോ RSSൻ്റെയോ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അവിടെ നിങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചോ? എന്തിനാണ് നിങ്ങളുടെ അതാണ് ഞാൻ ഡോക്ടർ ജി വി ഹരിയോട് ചോദിച്ചത്. അതായത് നോക്കൂ, ബേക്കറി ജംഗ്ഷനിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വാടക വീടിന് മുന്നിൽ ഏകദേശം 500-600 ആളുകൾ തടിച്ചുകൂടി പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി. എത്ര മണിക്കൂറുകളോളം അല്ലേ, മണിക്കൂറുകളോളം. അന്ന് കേരള പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. അന്ന് എന്തുകൊണ്ടാണ് കേരള പോലീസ് ഈ വിപിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇറക്കി അവിടെ ഒന്ന് വെടിപൊട്ടിച്ചിരുന്നെങ്കിൽ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ അല്ല, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വേറെയായിരുന്നു, ഇവിടുത്തെ മറിച്ചായിരുന്നു എന്നാണ് ഡോക്ടർ ജി വി ഹരി പറഞ്ഞത്. അല്ല ഞാൻ അതാ പറഞ്ഞത്. ഇവർ പറയുന്നത് പോലീസിൻ്റെയും അതുപോലെ CPMൻ്റെയും ഇപ്പോൾ കോൺഗ്രസിൻ്റെയും ഭാഷ്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒളിവിലായിരുന്നു എന്നാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് വീട്ടിൽ നിന്നാണ്. ഒളിവിലിരിക്കുന്നത് വീട്ടിലാണോ? സ്വന്തം വീട്ടിനകത്ത് ആരെങ്കിലും ഒളിവിലിരിക്കുമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം വീട്ടിനകത്തിരുന്നു, അദ്ദേഹത്തിനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ആ വീഡിയോ ഇന്ന് താങ്കൾ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ വരാം സാറേ, എന്നെ ഒന്ന് ഷർട്ട് ഇടാൻ അനുവദിക്കുക, ഞാൻ വരാം, എനിക്കൊരു പേടിയില്ല, ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല, ഞാൻ നിങ്ങളെ കൂടെ വരാൻ തയ്യാറാണെന്ന് സുഗതൻ പറയുന്ന വോയിസ് അതിനകത്തുണ്ട്. ഞങ്ങളാരും മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്ത വോയിസ് ഒന്നും അല്ലാതെ. അപ്പോൾ അങ്ങനെ വരാമെന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയെ എന്തിനാണ് വീട് വളഞ്ഞ് ഇത്തരത്തിലൊരു സീൻ ക്രിയേറ്റ് ചെയ്ത് വെടിപൊട്ടിച്ച് കൊണ്ടുപോകേണ്ട കാര്യം എന്താ? വന്നിട്ട് മാന്യമായിട്ട് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോകൂടെ? അപ്പൊ നിങ്ങളുടെ ഇൻസ്പെക്ടർക്ക്, നിങ്ങളുടെ SHOയ്ക്ക്, ഈ വിപിൻ എന്ന് പറയുന്ന SHOയ്ക്ക് ഒരു അജണ്ടയുണ്ട്. തിരുവനന്തപുരത്തെ ഗാർഡ് ഓഫ് ഓണർ നൽകിയതായിരിക്കുന്നു. തിരുവനന്തപുരത്ത് സമാധാനപരമായി തിരുവനന്തപുരം മുന്നോട്ട് പോകരുത് എന്നുള്ളത് തിരുവനന്തപുരത്തെ CPMൻ്റെ ആവശ്യമാണ്. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം അത് ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. തിരുവനന്തപുരത്ത് BJPയുടെ ഭരണം ജനങ്ങളുടെ ഇടയിൽ ഒരു മതിപ്പുണ്ടാക്കുന്നു. ജനങ്ങൾ BJPയുടെ ഭരണത്തെ കഴിഞ്ഞ 45 വർഷത്തെ ഭരണത്തിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യമായി കാണുന്നു എന്നുള്ള ധാരണ CPMന് വന്നു ചേർന്നു. ആ CPM പരിഭ്രാന്തരാണ്. ആ CPMൻ്റെ ആവശ്യമാണ് BJPക്കകത്തോ BJPയുടെ പ്രവർത്തകന്മാരെ ഉപദ്രവിച്ചുകൊണ്ട് BJPക്കകത്ത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും അതുവഴി ഈ ജില്ലയിൽ ഒരു പ്രശ്നം, ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയും അതുവഴി ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് CPMൻ്റെ ആവശ്യമാണ്. പക്ഷെ അതിനെന്തിനാണ് രമേശ് ചെന്നിത്തലയും VD സതീശനും VD സതീശൻ്റെ പോലീസും കൂട്ടുനിൽക്കുന്നത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആശങ്കയുണ്ട്. അതിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ആ നിലപാടിനോടുള്ള കൃത്യമായ വിയോജിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇനി താങ്കൾ പറഞ്ഞല്ലോ, ഇപ്പോൾ അനിലേട്ടൻ പറഞ്ഞല്ലോ, ബേക്കറി ജംഗ്ഷനകത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാൻ വേണ്ടി തിരുവനന്തപുരം സിറ്റിയിലെ മുഴുവൻ ഗുണ്ടാപ്പടയും കൊണ്ടുവന്ന് നിർത്തി അവിടെ അക്രമത്തിന്റെ തെരുവ് യുദ്ധത്തിന്റെ അങ്ങേ അറ്റത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് ഗുണ്ടാപ്പടയാകെ ബേക്കറി ജംഗ്ഷൻ പോലെ VD സതീശൻ ഇരിക്കുന്ന മുറിയിൽ നിന്ന് 150 മീറ്റർ താഴെ നിന്നുകൊണ്ട് കൊലവിളി നടത്തിയപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ജി വി ഹരിച്ചേട്ടാ, പോലീസിന്റെ കയ്യിൽ തോക്ക് കൊടുത്തിരിക്കുന്നത് വെടിവെക്കാനാണെന്ന്. അവിടെ ഇരുന്ന പോലീസുകാരന്റെ കയ്യിലിരുന്ന തോക്കിലെ വെടി എന്താ പൊട്ടാത്തത്? അത് BJPക്കാരന്റെ മകന് നേരെ മാത്രം ചൂണ്ടാനുള്ളതല്ലെന്നേ, അത് BJPക്കാരന്റെ വീടിന് നേരെ മാത്രം പൊട്ടിക്കാനുള്ളതല്ലെന്നേ. അത് ഈ കേരളത്തിനകത്ത് സംഘർഷം സൃഷ്ടിക്കുന്ന, ഇത്തരത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന, ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്ന, ഇത്തരത്തിൽ തെരുവുകുണ്ടകളെ ഇറക്കി നിർത്തി ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്യുന്ന CPMന് നേരെ തൊടുക്കാൻ നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾ CPM എന്ന് പറയുമ്പോൾ, എഴുതി കാണിക്കുമ്പോൾ മുട്ടിൽ നിൽക്കുന്ന പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുക. അതിന് നിങ്ങൾ ഞങ്ങളുടെ മേലിലേക്ക് കുതിര കയറണ്ട. നിങ്ങൾ വിചാരിച്ചാലൊന്നും സുഗതൻ എന്ന് പറയുന്ന BJPയുടെ കൗൺസിലറെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ പോലീസ് വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് എഴുതി ചേർത്ത് കൊണ്ടുവന്നാണ് ഈ കാപ്പ കേസിൽ അദ്ദേഹത്തെ പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഇത് ഞങ്ങൾ ചോദ്യം ചെയ്യും. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കാപ്പ കേസ് ചുമത്താൻ വേണ്ടിയിട്ട് കള്ള കുറ്റപത്രങ്ങൾ എഴുതി ചേർത്ത, കള്ളക്കേസുകൾ എടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്ന ഓരോരുത്തരെയും ഞങ്ങൾ നീതിന്യായ വ്യവസ്ഥിതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവനെ കൊണ്ട് മറുപടി പറയിക്കാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ
ഒരു പ്രവർത്തകനും അടങ്ങിയിരിക്കുമെന്ന് ജി.വി. ഹരിച്ചേട്ടനും നേതൃത്വം കൊടുക്കുന്ന വി.ഡി. സതീശനും ഈ പറയുന്ന കള്ള പോലീസ് ഏമാന്മാർക്ക് വേണ്ടിയിട്ട് കൈയടിച്ചു കൊടുത്ത രമേശ് ചെന്നിത്തലയും മറക്കേണ്ടതില്ല എന്ന് കൃത്യമായി ബി.ജെ.പി പറയാൻ വേണ്ടിയിട്ടാണ് നിയമ പോരാട്ടം ഞങ്ങൾ നടത്തും. ഞങ്ങൾ തെരുവിൽ CPM ചെയ്തതുപോലെ റൗഡിസവും തെരുവ് ഗുണ്ടകളെ ഇറക്കി നിർത്തി ഈ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കും, അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇത് കൃത്യമായി നീതി നിർവഹണ സംവിധാനത്തിനകത്ത് നിയമപരമായി കോടതികൾക്കകത്ത് ഞങ്ങൾ ചോദ്യം ചെയ്യും. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരൊറ്റൊരാളെയും അവനെ സർവീസിൽ മാന്യമായി ഇരുന്ന് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് കൃത്യമായി നിയമപരമായി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ചെയ്യാനുള്ള കെൽപ്പ് ഈ പാർട്ടിക്കുണ്ട്. അതിനോടൊപ്പം സുഗതനെ ആക്രമിക്കാൻ ഇടതു വലത് മുന്നണികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ കൊടുക്കാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് കെൽപ്പുണ്ട് കേരളത്തിൽ എന്ന് നിങ്ങൾ ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും.